ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഹിമ രേവതിയുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്ന സ്വർണ്ണങ്ങൾ മുക്കുപണ്ടമാണെന്ന് പറഞ്ഞ് രേവതിയെ അപമാനിക്കുവാണ്. അതൊരു ഫംഗ്ഷനിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, അതും വളരെ മോശമായിട്ട് തന്നെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അച്ചമ്മയുടെ 80ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. അച്ചമ്മയുടെ നാട്ടിലോട്ട് എല്ലാവരെയും വിളിച്ചു. പക്ഷേ എല്ലാവർക്കും അവരവരുടെ കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസമൊന്നും കട പൂട്ടി വരാൻ പറ്റില്ല എന്നും വർഷക്കും ഡബ്ബിങ്ങിൻ്റെ തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കാർക്കും നാട്ടിലോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ചമ്മ തീരുമാനിക്കുവാണ് എന്നാൽ ചന്ദ്രോദയത്തിൽ എല്ലാവർക്കും കൂടി ഒത്തുകൂടാന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സച്ചിയും രേവതിയും എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. കാരണം സച്ചിയെ ഇങ്ങനെ ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചതും ഒരു കാർ മേടിച്ച് തന്നതും സച്ചിയെ എല്ലാം പഠിപ്പിച്ചതും തന്നത് എല്ലാം അച്ചമ്മ തന്നെയാണ്. അപ്പോൾ അച്ചമ്മക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് സച്ചിക്ക് ഭയങ്കര ആഗ്രഹമാണ്. 60ാമത്തെ പിറന്നാളിന് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. കാരണം സച്ചിക്ക് അന്നൊരു ജോലിയൊന്നും ഇല്ലായിരുന്നേ. പക്ഷേ ഇപ്പോൾ സച്ചി കാർ ഓടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ സച്ചി കുറേ പേരോടൊക്കെ കടം ചോദിക്കുന്നുണ്ട് കാശ്. പക്ഷേ ഒരു 2 ലക്ഷം രൂപ ചോദിക്കുവാണ്. പക്ഷേ ആരും തന്നെ കൊടുക്കുന്നില്ല. കാരണം 2 ലക്ഷം രൂപ വെച്ച് അച്ചമ്മയ്ക്ക് ഒരു സ്വർണ്ണമാല മേടിച്ച് കൊടുക്കാനായിരുന്നു പദ്ധതി. പക്ഷേ ആരും തന്നെ അത്രയും രൂപയൊന്നും സച്ചിക്ക് കൊടുക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഈട് വെക്കാതെ കൊടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സച്ചി കാറ് വെച്ച് കുറേ സാധനങ്ങൾ ഞാൻ മുടക്കൂലാതെ തരാം, പൈസ കൂട്ടി പലിശ കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ട് പോലും ആരും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സച്ചി അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ സ്വർണ്ണം ഉണ്ടല്ലോ, നമുക്കത് മേടിച്ചിട്ട് അച്ചമ്മ ഒരെണ്ണം എടുത്ത് വിറ്റിട്ട് അച്ചമ്മയ്ക്കുള്ള സ്വർണ്ണം മേടിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ലേ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മക്ക് കൊടുത്തതല്ലേ, കാരണം ഞാൻ സമ്പാദിക്കുന്നതല്ലേ, നീ ഇടുള്ളൂ എന്ന് പറഞ്ഞൊരു ശബ്ദമൊക്കെ എടുത്തല്ലേ, പിന്നെ അതെങ്ങനെ പോയി തിരിച്ച് ചോദിക്കുമെന്ന് അറിയുമ്പോഴേക്കും രേവതി പറയും, എനിക്കിടാനൊന്നും അല്ലല്ലോ, നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയിട്ടല്ലേ, ചോദിക്കുന്നതിലൊരു തെറ്റുമില്ല, നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം രവീന്ദ്രനോട് പോയി പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങനെ മടിക്കുന്നത്, അത് നിങ്ങളുടെ സ്വർണ്ണമല്ലേ, നിങ്ങളെപ്പോൾ ചോദിച്ചാലും തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്തം ചന്ദ്രക്കുണ്ട്, അവൾ വരട്ടെ, ഞാൻ അവളോട് ചോദിക്കാമെന്ന് പറയുവാണ്. ആ ടൈമിൽ ചന്ദ്ര ബാമ്മയുടെ വീട്ടിൽ പോയിരിക്കുവാണേ. അപ്പോൾ സുധി ഈ വിവരം കേൾക്കുന്നുണ്ട്. അയ്യോ, സ്വർണ്ണങ്ങൾ ഇവരെന്താ ചോദിക്കുന്നത്, എനിക്ക് പേടിയാവുന്നല്ലോ. കാരണം സ്വർണ്ണങ്ങളൊക്കെ ചന്ദ്ര സുധിക്ക് വേണ്ടി കൊടുത്തല്ലോ അന്ന് ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടപ്പോഴേക്കും. സുധി നേരെ ഓടുവാണ് ബാമയുടെ വീട്ടിലോട്ട്. അവിടെ ചെന്നിട്ട് ചന്ദ്രയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എടാ സുധി, അന്ന് ഇനി സ്വർണ്ണമില്ലാതെ ഞാനിനി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നില്ല, നീ എളുപ്പം ആ കടയിൽ പോയിട്ട് ആ സ്വർണ്ണം തിരിച്ച് മേടിച്ചുകൊണ്ട് വാന്ന് പറയുമ്പോഴാണ് ഈ സുധി വേറൊരു സത്യം പറയുന്നത്. കാരണം ആ സ്വർണ്ണങ്ങളൊക്കെ സുധി പണയം വെച്ചതല്ല, അതൊക്കെ വിറ്റതാണെന്ന് പറയുവാണ്. ചന്ദ്രക്ക് വീണ്ടും ദേഷ്യം വന്ന് സുധി ഒരുപാട് ഇടിക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ, പണയം വെച്ച് അത്രയും കാശ് കിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വിറ്റത്. കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ രേവതിയുടെ ആഭരണങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു, നമുക്ക് അതേ മോഡലുള്ള കവറിങ് ആഭരണങ്ങൾ എടുക്കാമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്രക്കും അത് നല്ല ഇതായിട്ട് തോന്നി. കാരണം ശരിയാ, കവറിങ് ഇട്ട് കഴിഞ്ഞാലും സ്വർണ്ണം ഇപ്പോൾ ആർക്കും തിരിച്ചറിയാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ അമ്മയും മോനും കൂടി കവറിങ് ആഭരണങ്ങൾ, അതേ മോഡലുള്ള കവറിങ് ആഭരണങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ വെക്കുവാണ്. രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്നും അറിയാത്ത പോലെ രേവതിയെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഓ, ഭദ്രകാളിയെ പോലെ തുള്ളിയിട്ട് അന്ന് വലിയ ശബ്ദമൊക്കെ എടുത്തതാണല്ലോ, നിനക്ക് നിൻ്റെ സ്വർണ്ണങ്ങളൊന്നും വേണ്ട, ഇപ്പം എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരുടെ സ്വർണ്ണമാണത്, നീ എടുത്ത് കൊടുക്ക് ചന്ദ്ര എന്ന് പറയുമ്പോൾ ചന്ദ്ര പോയി എടുത്ത് കൊടുക്കുന്നുണ്ട്. രേവതിയും സച്ചിയും കൂടി അത് കടയിൽ കൊണ്ടുപോയി പണയം വെക്കാൻ നേരത്താണ് അത് കവറിങ് ആഭരണങ്ങളാണെന്ന് അറിയുന്നത്. അപ്പോൾ രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സച്ചിയേട്ടാ ഇപ്പോൾ ഈ കാര്യം നമുക്ക് വീട്ടിൽ പറയണ്ട, കാരണം അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ നിൽക്കുക, നമ്മിത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിലും എല്ലാവർക്കും അതൊരു വിഷമാവുകയും ചെയ്യും, അച്ഛമ്മക്കും അതൊരു വിഷമാവും, അച്ഛമ്മ സന്തോഷിക്കേണ്ട ദിവസമാണ്, നമുക്ക് തൽക്കാലത്തേക്ക് ഇതാരോടും പറയണ്ട, പിറന്നാളൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പിറന്നാൾ ദിവസം അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേക്ക് ആരാണ് ഏറ്റവും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഗിഫ്റ്റ് തരുന്നത്, അവർക്ക് ഞാനൊരു വില മതിക്കാനാവാത്ത സമ്മാനം തരുമെന്ന് പറയുവാണ് അച്ചമ്മ. അപ്പോഴേക്കും ശ്രുതിയുടെയും കണ്ണൊക്കെ തള്ളും. വില മതിക്കാനാവാത്ത സമ്മാനമോ, ഇനി അച്ചമ്മ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യേ, ശ്രുതി നമുക്ക് എന്തെങ്കിലും അച്ചമ്മക്ക് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അച്ചമ്മയുടെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അവരൊരു സ്വർണം മേടിച്ചിട്ട് അച്ചമ്മക്ക് മേടിച്ച് വെക്കുവാണ് ഗിഫ്റ്റായിട്ട്. നല്ല അടിപൊളി മാലയാണ് മേടിക്കുന്നത്. ശ്രുതിയാണെങ്കിലോ അച്ചമ്മേനെ നല്ലോണം മേക്കപ്പ് ഇട്ട് സുന്ദരിയാക്കുന്നുണ്ട്. വർഷ പറയും, ശ്രീകാന്തി നമ്മൾ എന്ത് മേടിച്ചു കൊടുക്കും, ഞാനൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാം, അച്ഛമ്മയുടെ കയ്യിൽ ഫോണില്ലല്ലോ, നാട്ടിൽ ചെന്നാലും നമ്മളെ ഫോൺ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുമല്ലോ, ഞാൻ അതിന് വേണ്ടിയുള്ളതൊക്കെ അച്ഛമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുവാണ്. ശ്രീകാന്ത് ആണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടൊരു കേക്ക് ഉണ്ടാക്കുവാണ് അച്ഛമ്മക്ക് വേണ്ടിയിട്ട്.
പക്ഷേ സച്ചിക്ക് രേവതിക്കും കൊടുക്കാനൊന്നുമില്ല, കാരണം അവരുടെ കയ്യിൽ കാശില്ലല്ലോ. അങ്ങനെ സച്ചി എന്ത് കൊടുക്കും എന്നറിയാതെ ഇങ്ങനെ അലഞ്ഞതിരിഞ്ഞ് നടക്കുവാണ്. രേവതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ സാധാരണ വീട്ടിലെ വേഷമൊക്കെ ഇട്ട് നിൽക്കുവാണ്. ഈ ഫംഗ്ഷൻ്റെ ടൈമിൽ രേവതിയുടെ വീട്ടുകാരെയും വർഷയുടെ വീട്ടുകാരെയൊക്കെ ചടങ്ങിന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വർഷയും ശ്രുതിയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഒരുങ്ങി വന്ന് നിൽക്കുവാണ്. രേവതി മാത്രം സാധാരണ വേഷത്തിൽ നിൽക്കുമ്പോഴേക്കും അച്ചമ്മ പറയും, രേവതി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, പോയി റെഡി ആയിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അച്ചമ്മേ സച്ചിയേട്ടൻ കൂടി വറ്റേ എന്നിട്ട് ഞങ്ങൾ റെഡി ആയിക്കോളാം എന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും പറ്റില്ല, നീ പോയി നിൻ്റെ സ്വർണ്ണങ്ങളിട്ട് നല്ല സാരിയെ കൊടുത്ത് വന്ന് നിന്നേനൊക്കെ പറഞ്ഞ് അച്ചമ്മ രേവതിയെ വിടുവാണേ. അങ്ങനെ രേവതി പോയി നല്ലോണം ഒരുങ്ങിയിട്ട് ആ സ്വർണ്ണങ്ങൾ എടുത്തിടുവാണ്. രേവതിക്ക് അറിയാം അത് മുക്കുപണ്ടമാണെന്ന്, പക്ഷേ ഇവിടെ വീട്ടിലുള്ള വേറെ ആർക്കും അറിയില്ലല്ലോ. അച്ചമ്മയാണെങ്കിൽ സ്വർണ്ണം ഇടാനും പറയുന്നുണ്ട്. രേവതി നിവർത്തിയില്ലാതെ അതൊക്കെ ഇട്ടിട്ട് പോയി നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും കേക്ക് ഈ അച്ചമ്മയുടെ 60-ാം പിറന്നാൾ 80-ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും മഹിമയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സച്ചിക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പക്ഷെ സച്ചി സച്ചിയെ കാണുന്നില്ല. അപ്പോൾ ശ്രീകാന്തും ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് കേക്ക് മുറിക്കാം അച്ചമ്മേ, ഈ സച്ചി വന്നിട്ട് എപ്പോൾ മുറിക്കാനാ, അവൻ അച്ചമ്മയ്ക്ക് എന്തായാലും ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല, നമുക്ക് അങ്ങോട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാന്നേ. അപ്പോൾ അച്ചമ്മ പറയും, ഏയ് അതൊന്നും പറ്റില്ല, എൻ്റെ സച്ചിയും കൂടി ഇവിടെ വേണം, എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടെങ്കിൽ ഞാൻ കേക്ക് മുറിക്കുള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴാണ് മഹിമ രേവതിയെ ശ്രദ്ധിക്കുന്നത്. മഹിമ ഒന്നും അറിയാത്ത പോലെ രേവതിയുടെ അടുത്ത് പോയി നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ രേവതി, നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നീ തിരിച്ചറിഞ്ഞല്ലേ? അപ്പോൾ രേവതി ഒന്നും എല്ലാവരും ഇങ്ങനെ നോക്കും, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, വർഷയും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചമ്മ ചോദിക്കും, നീ എന്താ മഹിമ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഇവള് വലിയ ശബദമൊക്കെ എടുത്തതായിരുന്നല്ലോ, ഭർത്താവ് സമ്പാദിച്ച കാശ് കൊണ്ട് മേടിച്ച സ്വർണ്ണങ്ങൾ മാത്രമേ ഇടത്തുള്ളൂ എന്ന്, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്, നിനക്ക് ഈ കുടുംബക്കാര്യത്തിൽ ആ വിശേഷങ്ങളൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട മഹിമ എന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയും, അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, രേവതി ഈ കവറിങ് മുക്കുപണ്ടങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നത് കൊണ്ട് ചോദിച്ചതാ, അവൾ സത്യം തിരിച്ചറിഞ്ഞല്ലോ അവസാനമെങ്കിലും, അവളുടെ ഭർത്താവിനെ കൊണ്ട് സ്വർണ്ണങ്ങളൊന്നും മേടിച്ച് തരാൻ പറ്റില്ല എന്ന്. ഇപ്പോഴത്തെ കാലത്ത് സ്വർണ്ണത്തിനൊക്കെ എന്താ വില, അതുകൊണ്ട് നിൻ്റെ ഭർത്താവ് തന്നെയാണോ നിനക്ക് ഈ മുക്കുപണ്ടങ്ങളൊക്കെ മേടിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്ക് രേവതിയുടെ മുഖമൊക്കെ മാറുവാണ് എല്ലാവരുടെ മുമ്പിലും. പക്ഷെ എല്ലാവരും മഹിമയെ ചീത്ത പറയുന്നുണ്ട്, കാരണം എല്ലാവരുടെ കണ്ണിലും രേവതി ഇട്ടിരിക്കുന്നത് സ്വർണ്ണമാണല്ലോ, പക്ഷെ അത് ശരിക്കും സ്വർണ്ണമല്ല, മഹിമ പറഞ്ഞ മുക്കുപണ്ടമാണെന്ന് രേവതിക്കും ചന്ദ്രക്കും ശ്രുതിക്കും മാത്രമേ അറിയത്തുള്ളൂ. ചന്ദ്രക്ക് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്, ഈ മഹിമ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ അച്ചമ്മയും രേവതിയുടെ അമ്മയും തർക്കിക്കുന്നുണ്ട്, അത് നല്ല ഒറിജിനൽ സ്വർണ്ണങ്ങളാണ്, ഞങ്ങൾ പൈസ ഇല്ലെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കൊണ്ട് രേവതിക്ക് കൊടുത്ത് മേടിച്ചതൊക്കെ ഒറിജിനൽ സ്വർണ്ണങ്ങൾ തന്നെയാണ്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ മുക്കുപണ്ടമൊന്നും അല്ല എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, മഹിമക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും മഹിമയുടെ ദുഷിച്ച കണ്ണുകൊണ്ട്. അപ്പോൾ മഹിമ പറയും, ഇല്ലച്ചമ്മേ ഇത് കണ്ടറിയത്തില്ല ഇത് മുക്കുപണ്ടമാണെന്നും. അങ്ങനെ അവിടെ ഭയങ്കര ഒരു ചർച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. വർഷക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അമ്മ എന്താ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്, രേവതി ചേച്ചിക്ക് എന്താ സ്വർണ്ണം ഇടാൻ പാടില്ലേ, രേവതി ചേച്ചി ഇടുന്നതൊക്കെ മുക്കുപണ്ടമായിട്ടാണോ അമ്മക്ക് തോന്നുന്നത്, അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് എന്നൊക്കെ പറഞ്ഞ് വർഷ മഹിമയെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം മഹിമ രേവതിയെ അപമാനിക്കാൻ രേവതി ആ ഒരു സത്യമാണ് പറഞ്ഞതെങ്കിലും വീട്ടുകാർക്കാർക്കും മനസ്സിലായിട്ടില്ല മഹിമ പറഞ്ഞത് സത്യമാണെന്ന്. പക്ഷെ മഹിമക്ക് മാത്രമേ അവിടെ ഒരു സ്വർണവും മുക്കുപണ്ടവും തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ എന്ന് നമുക്കത് കാണുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട്. മഹിമ പറഞ്ഞത് സത്യമാണ്, അത് രേവതിക്കും അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും